ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുമാധവൻ അനഘയോട് പറയുകയാണ്, ഒരിക്കലും മോളുടെ ശാപം സന്ദീപിൻ്റെ തലയിൽ വീഴരുത്. നിവൃത്തികേടിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരച്ഛൻ പറയുന്ന വാക്കുകളാണെന്ന് പറഞ്ഞ് സേതു അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തികയും അനഘയും. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. ആതിര അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ചേച്ചി എന്നോട് പിണക്കമാണോ എന്ന് ആതിര ചോദിക്കുമ്പോൾ, ഞാൻ പിണങ്ങിയിട്ട് എന്തിനാണെന്നും എല്ലാത്തിനും ഉത്തരവാദി ഞാനല്ലേ എന്നും അർച്ചന ചോദിക്കുന്നു. ചേച്ചിയും കൂടി എന്നെ മനസ്സിലാക്കാതെ പോകല്ലേ എന്ന് ആതിര പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഞാൻ നിന്നെയും സന്ദീപിനെയും മനസ്സിലാക്കിയതുകൊണ്ടാണ് എല്ലാവരിൽ നിന്നും ഒളിച്ച് നിങ്ങളുടെ വിവാഹം നടത്തിയതും നിങ്ങളുടെ വിവാഹകാര്യം ഇതുവരെ ആരോടും പറയാതിരുന്നതും. പക്ഷേ എന്നോട് പറയാവുന്ന ഒരു കാര്യം നീ എന്നോട് പറഞ്ഞില്ലെന്ന് അർച്ചന പറയുമ്പോൾ ആതിര പറയുകയാണ്, ചേച്ചിയോടും സച്ചിയേട്ടനോടും പറയണമെന്ന് ഞാൻ കരുതിയതാണ്. സന്ദീപിനോട് പറഞ്ഞിട്ടാകാമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ സന്ദീപിൻ്റെ മനസ്സ് മാറിയപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി ചേച്ചി. ഇനി എന്താ നിന്റെ തീരുമാനമെന്ന് അർച്ചന ആതിരയോട് ചോദിക്കുന്നു. എനിക്ക് സന്ദീപിൻ്റെ കൂടെ ജീവിക്കണം ചേച്ചിയെന്ന് ആതിര പറയുമ്പോൾ അർച്ചന പറയുകയാണ്, സന്ദീപ് എല്ലാവരോടും കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് ഇനി വലിയ പ്രശ്നമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എല്ലാവരും നല്ല ദേഷ്യത്തിലാണെന്ന് അർച്ചന പറയുമ്പോൾ ഇവിടെ ഞാൻ കാരണം എല്ലാവരുടെയും മനസ്സമാധാനം പോയെന്ന് ആതിരയും പറയുന്നു. ഞാൻ എന്താണെങ്കിലും സന്ദീപിനോട് ഒന്ന് സംസാരിക്കട്ടെ, എത്രയും പെട്ടെന്ന് നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞ് അർച്ചന കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിലുള്ള എല്ലാവരും ആതിരയുടെയും സന്ദീപിൻ്റെയും കാര്യം ചർച്ച ചെയ്യുന്നതാണ്. തുടർന്ന് മാഷ് പറയുകയാണ്, മീര പറഞ്ഞതുപോലെ പ്രശ്നമൊക്കെ ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ കൊച്ചിനാ. അതുകൊണ്ട് നമ്മൾ ഇനിയും മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല. സേതുവും അവന്തികയും അങ്ങനെയൊക്കെ പറഞ്ഞതിന് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. കാര്യങ്ങളെല്ലാം നമുക്കും അറിയാമായിരുന്നു. എന്നിട്ടും നമ്മളാരും സേതുവിനോട് പറയാൻ ശ്രമിച്ചില്ലല്ലോ. കഴിഞ്ഞതിനെ കുറിച്ച് പദം പറഞ്ഞിട്ടോ പരസ്പരം ചെളി വാരിയറിഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. നാളെ നമുക്ക് എന്താണെങ്കിലും നെല്ലിശ്ശേരിയിലേക്ക് പോകാം. അനൂപേ, നീയും കൂടി വാ, നമുക്കൊന്ന് പോയി സംസാരിക്കാമെന്ന് മാഷ് പറയുമ്പോൾ അനൂപ് പറയുകയാണ്, ഞാൻ എന്താണെങ്കിലും അങ്ങോട്ടേക്ക്, ഞാൻ മാത്രമല്ല ഇവിടുന്ന് ആരും അങ്ങോട്ടേക്ക് പോകുന്നില്ല. അനൂപേ, മാഷ് പറഞ്ഞതുപോലെ അവിടെ ചെന്ന് നമുക്ക് എന്താണെങ്കിലും ഇതിനൊരു പരിഹാരം കാണണമെന്ന് കമല പറയുമ്പോൾ അനൂപ് പറയുകയാണ്, ഇല്ല, അമ്മ പറഞ്ഞതുപോലെ ഒന്നിനും എനിക്ക് സമ്മതമല്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞ് നല്ലൊരു വക്കീലിനെ കണ്ടിട്ട് ഇവനും അവളും തമ്മിലുള്ള ബന്ധം വേർപിരിക്കണം. അതിനു മുമ്പ് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്ന് അനൂപ് പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ആതിര. അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ലെന്ന് അനൂപ് പറയുമ്പോൾ മീര ചോദിക്കുകയാണ്, അനൂപേട്ടൻ എന്താ ഈ പറയുന്നത്? കുഞ്ഞിനെ നശിപ്പിക്കാനോ? പിന്നെ വിവാഹം കഴിക്കാതെ ഇവള് പെറ്റുപോറ്റണോ എന്ന് അനൂപ് ചോദിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞതല്ലേ എന്ന് മീരയും ചോദിക്കുന്നു. തുടർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആതിരയുടെ അടുത്ത് ചെന്ന് അനൂപ് പറയുകയാണ്, നിന്നെയൊക്കെ വിശ്വസിച്ചതാ ഞങ്ങളെല്ലാം ചെയ്ത തെറ്റ്. ഇതിലും ഭേദം ഞങ്ങളെ അങ്ങ് കൊല്ലുന്നതായിരുന്നു. തുടർന്ന് ആതിര അനൂപിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, ഏട്ടാ, ഇനിയും നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെയും സന്ദീപിനെയും പിരിക്കരുത്. ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കണം. എനിക്ക് വേണ്ടി ഒരു തവണ കൂടി ഏട്ടനും അച്ഛനും കൂടി അങ്ങോട്ടേക്ക് പോകണം. എനിക്കുറപ്പാ സന്ദീപ് എതിരൊന്നും പറയില്ല. പ്ലീസ് ഏട്ടാ, ഞാൻ ഏട്ടൻ്റെ കാല് പിടിക്കാമെന്ന് പറഞ്ഞ് അനൂപിൻ്റെ കാലിൽ വീഴുകയാണ് ആതിര. തുടർന്ന് മീര പറയുകയാണ്, ആതിരെ, നീ മുറിയിലേക്ക് പോ, ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം. അനൂപേട്ടൻ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങളൊന്നും. നിയമപരമായി കല്യാണം കഴിച്ചവരാ അവർ രണ്ടുപേരും. നാളെ ഒരു ദിവസം സന്ദീപ് ഇങ്ങോട്ടേക്ക് വന്ന് അവൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? എന്താണെങ്കിലും ആതിര പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ടാളും കൂടി നാളെ ഒന്ന് അങ്ങോട്ടേക്ക് പോയി നോക്ക്. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. മീര അർച്ചനയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അങ്ങനെ സച്ചി വരുമ്പോൾ അർച്ചന പറയുകയാണ്, സച്ചിയേട്ടാ, നാളെ അച്ഛനും അനൂപേട്ടനും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്, ആതിരയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി. ഇപ്പോഴേ ഇങ്ങനെ വരണ്ടായിരുന്നു, ഇവിടുത്തെ ആരുടെയും ദേഷ്യമൊന്നും മാറിയിട്ടില്ലല്ലോ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, എത്ര നാളാ അവരതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക? ഇനിയും ഇവിടുന്ന് നല്ലൊരു തീരുമാനം കിട്ടിയില്ലെങ്കിൽ ആതിരനെയും സന്ദീപിനെയും വേർപെടുത്താനാ അനൂപേട്ടന്റെ തീരുമാനമെന്നാ ഏട്ടത്തി പറഞ്ഞത്. കുഞ്ഞിനെയും ഉപേക്ഷിക്കണമെന്നാ അനൂപേട്ടൻ പറഞ്ഞതെന്ന് അർച്ചന പറയുമ്പോൾ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചി. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ അച്ഛനോട് അവർ വന്ന് കാര്യങ്ങൾ സമാധാനപരമായി സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണ്. എന്താണെങ്കിലും അവർ വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാമെന്ന് അർച്ചന പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. കമല ആതിരയുടെ അടുത്ത് വന്ന് പറയുകയാണ്, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നീ നിന്റെ ഇഷ്ടം ഇവിടുള്ളവരോട് തുറന്നു പറഞ്ഞപ്പോൾ അത് നടക്കണമെന്ന് ഏറെ ആഗ്രഹിച്ചത് നിന്റെ അച്ഛനും ഏട്ടനുമാണ്. നീയും അച്ഛനും സന്ദീപും കൂടി ചേർന്ന് നടത്തിയ കാര്യങ്ങളൊന്നും അറിയാതെ നിന്നെ നല്ലൊരു സ്ഥലത്തേക്ക് കെട്ടിച്ചയക്കാനല്ലേ അനൂപ് നോക്കിയത്. പക്ഷേ നീ അവനോടൊപ്പം ഇറങ്ങിപ്പോയെങ്കിൽ പോലും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നെന്ന് കമല പറയുന്നു. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായി പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കുന്നില്ല.
പിന്നെ ഞാനിപ്പോൾ വന്നത് നിന്നോട് മറ്റൊരു കാര്യം കൂടി പറയാനാണ്. നാളെ നിന്റെ അച്ഛനും ഏട്ടനും കൂടി നെല്ലിശ്ശേരിയിലേക്ക് പോകുന്നുണ്ട്. എൻ്റെ മകൾ ചെയ്ത കുറ്റം അവരുടെ മകനും ചെയ്തെന്ന് സേതുവേട്ടൻ സമ്മതിക്കുമെന്നാ ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ അതങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ മോള് അനൂപ് പറയുന്നത് കേൾക്കണം. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ മോള് മറക്കണം എന്ന് കമല പറയുമ്പോൾ ഒരു ഞെട്ടലോടെ കമലയെ നോക്കുകയാണ് ആതിര. 3 മക്കളെ പെറ്റുപോറ്റിയ ഞാൻ തന്നെയാ ഇത് നിന്നോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇത് നിന്നിൽ എത്രമാത്രം വേദന ഉണ്ടാക്കുമെന്ന്. വേണ്ടാത്ത ഒരുത്തന്റെ കുഞ്ഞിനെ നിനക്ക് വേണ്ട മോൾ. അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്തുക എന്ന് പറഞ്ഞാലേ കഷ്ടപ്പാടിലേക്ക് പോകുന്നതിനും തുല്യമാണ്. കുറേയേറെ പേരുടെ ശാപവാക്കുകൾ പേർന്ന ഒരു കുഞ്ഞിന്റെ അമ്മയായിട്ട് നീ മാറരുത്. ഈ അമ്മയുടെ അപേക്ഷയാണതെന്ന് പറഞ്ഞ് കമല ആതിരയുടെ മുന്നിൽ കൈകൂപ്പുമ്പോൾ കമലയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ആതിര. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.